നല്ല കൃത്യമായ റിപ്പോർട്ടുകൾ NHAന്റെ പക്കലുണ്ട്. അതൊന്നും കൂടാതെ 2021 മുതൽ പരാതി കൊടുക്കുന്ന ഒരു ജനപ്രതിയാണ് ഞാൻ. എല്ലാ തെളിവുകളും രേഖയുണ്ട്. ഞാൻ പരാതി കൊടുത്ത് മന്ത്രി റിപ്പോർട്ടിന് ആവശ്യപ്പെട്ട് തിരിച്ച് ഒരു സഹമന്ത്രി എനിക്ക് തന്ന റിപ്പോർട്ട് അതിൻ്റെ കോപ്പി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു, ഇപ്പോൾ അപകടങ്ങളൊന്നും ഇല്ലയെന്ന്. എന്താ ചെയ്തറിയോ? സീബ്ര ലൈൻ വരച്ചു, അവിടെ പിന്നെ ഡിവൈഡർ വെച്ചു, ഇപ്പോൾ അപകടങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടൊരു മന്ത്രി തന്നെ റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ ആരാണ് ഇതിൻ്റെ ഉത്തരവാദി? ഭരിക്കുന്ന മന്ത്രിമാരെയും ഗവൺമെൻറ്റിനെയും തെറ്റിദ്ധരിപ്പിക്കുന്ന ആരാ? പ്രധാനമായിട്ട് ഉദ്യോഗസ്ഥന്മാർ എന്തിനത് ചെയ്യണറിയോ? ഈ കരാറുകാർക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. എത്ര പ്രാവശ്യം ഈ എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്തു നിങ്ങളൊന്ന് അന്വേഷിക്കുക. എത്ര പ്രാവശ്യം, ഓരോ പ്രാവശ്യം റിവൈസ് ചെയ്യുമ്പോൾ, അതായത് റിവൈസ് ചെയ്യാവുന്ന കാലാവധി കഴിഞ്ഞ് കാലാവധി നീട്ടിക്കൊടുക്കുമ്പോൾ മെറ്റീരിയലിൻ്റെ കോസ്റ്റ് വർദ്ധിച്ചു, അത് ഇതെന്ന് പറഞ്ഞ് ഇവർ വലിയൊരു എസ്റ്റിമേറ്റ് ഉണ്ടാക്കും. ആ റിവൈസ്ഡ് എസ്റ്റിമേറ്റാണ് ഇവർ അംഗീകരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇത് ഒരു ചാകരയായിട്ട് കണക്കാക്കിയിരിക്കുക. ജനങ്ങളുടെ ജീവൻ ഒരു പ്രശ്നമല്ല. ഇവിടെ തുടക്കം മുതൽ ഈ വളവും അപകടാവസ്ഥയൊക്കെ സാധാരണ ജനങ്ങൾ, വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാർ ഇവരുടെ മുമ്പാകെ കൊണ്ടുവരുമ്പോൾ അതൊക്കെ കഴിഞ്ഞു, അതൊക്കെ ഡിസൈൻ ഉണ്ടാക്കി, എസ്റ്റിമേറ്റ് ഉണ്ടാക്കി, ഇനി അതിലൊന്നും ഒരു മാറ്റം ഉണ്ടാവില്ല, വരുന്നത് അനുഭവിച്ചോളൂ എന്നാണ് പറഞ്ഞു. അങ്ങനെ പറയാൻ മാത്രം ധാർഷ്ട്യവും ധിക്കാരവും ഒരു നിർമ്മാണ കമ്പനിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ഏതൊക്കെയോ ശക്തികളുണ്ട്. കാരണം അവർക്ക് എന്തു ആകാം എന്നുള്ളൊരവസ്ഥ. മനുഷ്യൻ്റെ ജീവനൊരു വിലയില്ല. ഇതാണ് റോഡ് സുരക്ഷ എന്ന് വെച്ചാൽ. ഒരുപാട് അപകടങ്ങൾ ഇനിയും ഉണ്ടാവും. ഒരു കാരണവശാലും ഈ നിലയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. 4 കുഞ്ഞുങ്ങൾ, അവർ ആ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ. നമുക്ക് എങ്ങനെ മനസാക്ഷി മരവിക്കുകയാണ് അത് കാണുമ്പോൾ. അപ്പോൾ ഒരു കാരണവശാലും എത്രയോ ജീവനുകൾ പൊലിഞ്ഞു. ഇനിയും കണ്ണ് തുറക്കാത്ത അധികാരികളെ കണ്ണ് തുറപ്പിക്കാൻ ശക്തമായി ഇടപെടും. സ്വാഭാവികമാണ്. ദേശീയപാത അതോറിറ്റി കൃത്യമായിട്ട് പ്രവർത്തിച്ചിട്ടില്ല. മോട്ടോർ വാഹന വകുപ്പ് എന്താ പ്രവർത്തിച്ച്? ഇവിടെ ധാരാളം ക്യാമറകൾ വെച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയാ? ആളുകളിൽ നിന്ന് ഫൈൻ ഈടാക്കാൻ വേണ്ടി. ഈ ഈടാക്കുന്ന ലക്ഷക്കണക്കിന് രൂപ എവിടെ ഇവർ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നത്? അപ്പോൾ റോഡിൻ്റെ സുരക്ഷ ഉത്തരവാദിത്തപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിക്കില്ലേ? ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇരുട്ട് കൊണ്ട് ഓട്ടടക്കുകയാണ്. തങ്ങളുടെ ഉത്തരവാദിത്തം അല്ല എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒഴിഞ്ഞു മാറുക. ഞാനങ്ങനെ പറയില്ല. എൻ്റെ കൂടെ ഉത്തരവാദിത്തം ഞാൻ പറയും. കാരണം 2021 ജൂലൈ മാസം തൊട്ട് എത്ര പ്രാവശ്യമാണ്? 3 പ്രാവശ്യം മന്ത്രിയെ നേരിട്ട് കണ്ടു, 2 പ്രാവശ്യം ലോക്സഭയിൽ ഇക്കാര്യം അവതരിപ്പിച്ചു. ലോക്സഭയിൽ ഒരു അപകട വളവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ മന്ത്രി പിന്നെ എന്നെ കണ്ടപ്പോൾ ചോദിച്ചെന്തറിയോ? ഒരു ഹൈവേയിലെ വളവാണോ ലോക്സഭയിൽ അവതരിപ്പിക്കേണ്ടത്? ഞാനപ്പോൾ സ്കെച്ചും മാപ്പും ഡീറ്റെയിൽസ് എടുത്ത് അദ്ദേഹത്തെ കാണിച്ചു കൊടുത്തു. ഇത് കിലോമീറ്ററുകളോളം ഉണ്ട്, നിരവധി അപകടങ്ങൾ നടന്നു, 1 ഡസൻ അപകടം നടന്നു കഴിഞ്ഞിരിക്കുക. അതിൻ്റെ ഗൗരവം കൊണ്ടാണ് ഇത് അവതരിപ്പിക്കേണ്ടി വന്നത്. പലതവണ കത്ത് കൊടുത്തിട്ട് ആരും തിരിഞ്ഞു നോക്കിയില്ല. എന്നിട്ടാണ് അദ്ദേഹം റിപ്പോർട്ട് ചോദിച്ചിട്ട് അയച്ചത്. അതിനുള്ള മറുപടിയെ 3 മാസം കഴിഞ്ഞ് എനിക്ക് കിട്ടുന്നത്, ഇവിടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു, അപകടം ഇപ്പം നടക്കുന്നില്ല, ഇപ്പം അപകടമൊന്നും റിപ്പോർട്ട് ചെയ്തില്ല. ഒരു കേന്ദ്രമന്ത്രി തന്ന കത്താണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. തിരിച്ച് ഞാൻ വീണ്ടും കൊടുത്തു. ഈ അടുത്ത് ടാണാവിന് പ്രശ്നം കൊടുത്തു, ഇവിടെ കുമരംപുത്തൂർ പ്രശ്നം കൊടുത്തു. കുട്ടികൾ കടക്കുന്നിടത്ത് ഒരു ഡിവൈഡർ വേണം, അതുപോലെ തന്നെ അവിടെ ഒരു സീബ്ര ലൈൻ വേണം പറഞ്ഞു, അംഗീകരിച്ചില്ല. ഇവിടെ പൊളിച്ചു മാറ്റിയിട്ടുള്ള ബസ് സ്റ്റോപ്പ് പണിയാൻ സമ്മതിച്ചിട്ടില്ല. ഇവിടെ ശാസ്ത്രീയമായിട്ടാണോ ഈ റോഡ് തുടക്കം മുതൽ എത്ര വീതി എന്ന് കൃത്യം പറയാൻ പറ്റുമോ? പലയിടത്തും പല വീതിയാണ്. ഇവർ തീരുമാനിക്കുകയാണ് എത്ര വീതി വേണമെന്ന്. ഈ വളവുകളൊക്കെ നിവർത്താവുന്ന വളവുകളാണ്, അവർ തീരുമാനിച്ചിരിക്കുക, അതിൽ മാറ്റമില്ല എന്നാണ് പറയുന്നത്. ഡ്രൈനേജ് സംവിധാനം പല സ്ഥലത്തും ഇല്ല. ഈ റോട്ടിലെ ഏറ്റവും വലിയ അപാകതയാണ്. ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന സ്ഥലമാണ്. നിങ്ങൾക്കറിയാം, കല്ലടിക്കോട് മലനിരകളാണ്. അപ്പോൾ പലപ്പോഴും വേനൽക്കാലത്ത് പോലും പൊടുന്നനെ മഴ പെയ്യും. അതുകൊണ്ട് ആ മഴ പെയ്താൽ ഉണ്ടാകുന്ന അപകടം നേരത്തെ കൂട്ടി മനസ്സിലാക്കി ചെയ്യേണ്ട കാര്യങ്ങളില്ലേ, ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇതെല്ലാം ഈ എസ്റ്റിമേറ്റുകൾ ഇങ്ങനെ മാറ്റി കരാറുകാർക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടി ജനങ്ങളെ ഇതുപോലെ നരകത്തിലേക്ക് തള്ളിവിട്ടിരിക്കുക. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ മന്ത്രിയെ കാണാൻ ശ്രമിച്ചു. അദ്ദേഹത്തിനുള്ള കത്ത് ഓഫീസ് കൊടുത്തു. അദ്ദേഹം നാഗ്പൂർ പോയിരിക്കുക, തിങ്കളാഴ്ച വരുന്നു പറഞ്ഞു. മന്ത്രിയെ നേരിട്ട് കാണും. കേന്ദ്രമന്ത്രിയാണല്ലോ കാണേണ്ടത്. NHA അധികാരികളുടെ, ദേശീയപാത അതോറിറ്റിയുടെ ജീവനക്കാർ, ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ ഇതിൽ പങ്കാളികളാണ്. കരാറുകാരുമായിട്ട് ഒത്തുകളിച്ച് ഇവർ കോടികൾ ലാഭം ഉണ്ടാക്കാൻ ജീവനുകളാണ് ഇവിടെ ബലി കൊടുക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇത് നടപടി ശരിയല്ല. ഇത് ശാസ്ത്രീയമായിട്ട് പുനഃക്രമീകരിക്കണം. കുറ്റക്കാരായ ഉദ്യോഗസ്ഥന്മാർക്കെതിരെയും കരാറ് കമ്പനിക്കെതിരെയും കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാനത് മന്ത്രിയെ നേരിട്ട് കണ്ട് പറയാനിരിക്കുകയാണ്.